അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. മുട്ടക്കറി സൂപ്പർ പത്തിരി ഉണ്ടാക്കുന്നത് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് കാണിക്കാം. ഇനി ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കുന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. സൂപ്പർ വീഡിയോ. വർക്കൗട്ട് ചെയ്യുന്നതും സൂപ്പർ വീട്ടിൽ എന്താ പറ്റിയത്, പത്തിരി ഉണ്ടാക്കുന്നത് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാണിക്കാം. വീട്ടിൽ പറ്റിയതൊക്കെ നമ്മളെ വ്ലോഗ് വഴി കാണിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഉച്ച മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഫ്ലെയിം കീസ് തന്നതാണ് കേട്ടോ. അയാനും അവനും കൂടെ കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ബെഡ് നിറച്ച തുണികളാണ്. അപ്പോൾ പിള്ളേരോട് ഞാൻ മടക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ തുണികൾ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ സംഭവിച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിൽ തുണികളൊക്കെ മടക്കി വെക്കാറ് ആരാണ്? വേഗം പറയൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അതിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ പിള്ളേരെ കൊണ്ട് ഞാൻ മടക്കി വെക്കാൻ പറഞ്ഞിട്ട് കുറേ സമയമായി. അവർ മടക്കുന്നത് ഇനി ഞാൻ രണ്ടാമത് മടക്കേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. എന്നാലും ശീലിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കിട്ടിട്ടും വെക്കാനായിട്ടിട്ടും അവന് എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ടും ഇങ്ങനെയൊക്കെ ഏകദേശമൊക്കെ അവർ മടക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ, ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഇങ്ങോട്ട് അടുക്കളയിലോട്ട്. കാരണം നമുക്കിന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം. നമ്മൾ ചിക്കനും ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ പരിപ്പിച്ചാറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പിലോട്ട് നമ്മൾ വലിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതേപോലെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, അതേപോലെ നമുക്ക് വഴുതനങ്ങ ഇതിലോട്ട് വേണം. വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ മുരിങ്ങക്കായൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. മഞ്ഞൾ, മുളക്, മല്ലി, അതുപോലെ ഉണക്കമാങ്ങയാണ് കേട്ടോ ഇട്ടത്. പിന്നെ തക്കാളി, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു ചിക്കൻ സ്പെഷ്യൽ ഉണ്ടാക്കി ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഏത് ചിക്കൻ ഉണ്ടെങ്കിലും, അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഏത് പീസ് ഉണ്ടെങ്കിലും നമുക്കിതിലോട്ട് എടുക്കാം. എൻ്റെ കയ്യിൽ എന്തായാലും ലെഗ് പീസും അതുപോലെ തൈസിൻ്റെയോ അതോ കൈക്കുറക് എന്ന് പറയില്ലേ, ആ ഒരു പീസുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എന്തായിരുന്നു സൺഡേ സ്പെഷ്യൽ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇതിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് മസാല നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ ആ വെള്ളം ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയ ശേഷം മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പൊടി പൊടിച്ചെടുക്കണം. ഒരു 3/4 സ്പൂണോളം വലിയ ജീരകം, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണിൽ ഞാൻ നമ്മുടെ ഫുൾ മല്ലിയും പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് കുരുമുളകും ഫുള്ളായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പൊടി അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പിച്ചാറിലെ കഷ്ണങ്ങളൊക്കെ വെന്തോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ അപ്പുറത്ത് ചോറും വെച്ചിട്ടുണ്ട്. ഉപ്പേരി പിന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് ഉപ്പേരി വെക്കേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 1.5 തേങ്ങ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 2 ദിവസത്തിന് വേണ്ടിയിട്ടാണ് പരിപ്പിച്ചാറ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. ഇനി ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാൻ മാങ്ങയുടെ പുളിയും തക്കാളിയുടെ പുളിയും മാത്രമാണ് ഇതിലോട്ട് യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചിക്കൻ നോക്കിയാലോ. ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2-3 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 10-15 നമ്മുടെ വെള്ള വറ്റൽമുളകാണ് കേട്ടോ ഇത്. ഇതിന് പകരം പച്ചമുളക് കീറിയതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ഇതും ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ മസാല കൂട്ടി വെച്ച് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം അടച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇത് കുക്കാവാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും, അതുകൊണ്ട് അത് പ്രശ്നമില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പീസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം മാത്രം അടച്ച് വെക്കുക കേട്ടോ. എന്നാലേ നമ്മുടെ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ.
അപ്പോൾ കുറച്ച് സമയത്തെ പരിശ്രമത്തിന് ശേഷം അതൊക്കെ സെറ്റായി ഞാൻ അടച്ചു വെച്ച് ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് നമുക്കിതിലോട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ നമ്മുടെ ആ ഒരു മല്ലിപ്പൊടിയുടെയൊക്കെ സംഭവം, അത് എടുത്തിട്ട് ഒരു 2 സ്പൂൺ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ചത് ഫുള്ളൊന്നും വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടി ആക്കി കൊടുക്കുന്നുണ്ട്. പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇത് പൊടിക്കുമ്പം ഫുള്ള് കുരുമുളക് അതിലിട്ടിട്ട് പൊടിച്ചാലും മതി കേട്ടോ. നമ്മൾ ഈ മല്ലിയൊക്കെ പൊടിക്കില്ലേ. അപ്പോൾ ഇനി ഒരു 3 വലിയ ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ നല്ല പോലെ ആവട്ടെ, അതുവരെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കണം കേട്ടോ. ചിക്കനൊക്കെ നമുക്ക് വെന്തിട്ടുണ്ട്, എന്നാലൊരു ഫ്രൈ ചെയ്ത ഫീല് വരണം. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യണവർക്ക് ഇതിലും കുറവ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തൊരു ഫീലും കിട്ടി, എന്നാൽ അധികം ഓയിലൊന്നും ഉണ്ടാവില്ല. ഡീപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ടറിലാണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ചുകൂടെ നമ്മുടെ കുരുമുളക് പൊടിയും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പൊടിക്കുന്ന സമയത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കില്ലേ, ഭയങ്കര അടിപൊളി ഫ്ലേവറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു പീസിൽ ഇത് ഉണ്ടാക്കിയാലും സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി നാരങ്ങയുടെ നീരും ഒക്കെ ആക്കിയിട്ട് പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്നു. സമയം അത്യാവശ്യം നല്ല പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ആ ഒരു വെള്ളമുളക് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് പൊരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കറികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം, കൂട്ടാനുകൾ കേട്ടോ, അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. നമ്മുടെ മുളകൊക്കെ ആയപ്പോൾ ഞാൻ വേഗം അതൊന്നൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കമൻസൊക്കെ വായിക്കാനുണ്ട്, പക്ഷെ വ്ളോഗിൽ സമയം കിട്ടുമെന്ന് അറിയില്ല. അതേപോലെ കമൻറ്റ് വായിക്കാണ്ടായപ്പോൾ ഭയങ്കര സങ്കടത്തിലൊക്കെ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വരുന്ന കമൻസുകൾ ഇങ്ങനെ വായിക്കുകയാണ്. ആദ്യം ആരാണോ ഇട്ടത് എന്നല്ല ഞാൻ നോക്കാറ്, എനിക്ക് വായിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന കമൻസാണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. പിന്നെന്താ, നാടൻ കോഴിയുടെ എല്ല്, ചെറിയ എല്ല് കടിച്ചു തിന്നാൽ തൈറോയിഡ് മാറുന്നു, 1 മന്ത് കഴിക്കണമെന്ന്. പഠിച്ചോനെ, നാടൻ കോഴി ഒന്നാമത് എവിടുന്ന് കിട്ടാനാണ്? അങ്ങനെ ആരാണ് കഴിക്കുക? എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ. ടീഷർട്ട് ഇട്ടിട്ട് നല്ല രസമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മൂപ്പര് കേൾക്കണ്ടേ. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സൊന്നും അലൗഡ് അല്ല കേട്ടോ. പിന്നെ ജിമ്മായതുകൊണ്ട് മൂപ്പര് സമ്മതിച്ചു, ഞാൻ ഇട്ടു, അങ്ങനെയുള്ളൂ കേട്ടോ. ഇന്ന് എനിക്ക് പത്തിരി ആയിരുന്നു. ഓക്കെ ജിമ്മിലെ ഡ്രസ്സ് സൂപ്പറാണ്, ഇങ്ങനത്തെ ഡ്രസ്സ് വീട്ടിൽ ഇട്ടൂടെ? ആഹാ, നല്ല ആളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇഷ്ടമായോ നമ്മുടെ ലഞ്ച്? നോക്കി മീനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഈ ചിക്കൻ്റെ സ്പെഷ്യലും ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ്റെ മാത്രമാണ് ഞാൻ ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കുമ്പളങ്ങയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഇരിക്കട്ടെ അല്ലേ, ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ വ്ളോഗ് വീണ്ടും കാണുന്നുണ്ടെങ്കിലോ. അപ്പോൾ കുമ്പളങ്ങ പച്ചടിയാണ്, കുനുകുനാന്നരിഞ്ഞ പച്ചടിയിലോട്ട് കുമ്പളങ്ങയിലോട്ട് ഞാനിവിടെ നമ്മുടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അതുപോലെ പച്ചമുളക്, കടുക് ഒന്ന് നന്നായിട്ട് പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഒതുക്കിയെടുത്താൽ പോരാ, പീസാക്കിയിട്ട് തന്നെ എടുക്കണം. പിന്നെ എൻ്റെ ഈ കുമ്പളങ്ങ കറി ഇച്ചിരി ലൂസായിപ്പോയി, കുമ്പളങ്ങ പച്ചടി ഇച്ചിരി ലൂസായിപ്പോയിട്ടാ. ഇത്രയും ലൂസ് ആവരുത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം. ഇപ്പുറത്ത് ഞാൻ അധികം പുളിയില്ലാത്ത നമ്മുടെ തൈര് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത്. ഇനി എന്താണ്, നമ്മുടെ കുമ്പളങ്ങ വെന്തോ നോക്കണം. ഒരു 10 മിനിറ്റ് സമയം ധാരാളം മതിയിട്ട് നമ്മളെ കുമ്പളങ്ങ വേവാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല അടിപൊളി കുമ്പളങ്ങയാണ്. എന്നോട് പലരും കുമ്പളങ്ങ മിഠായി ഉണ്ടാക്കുമോ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിലോട്ട് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ അരപ്പില്ലേ അത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണ്, തൈര്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. പക്ഷെ അടച്ച് വെക്കണേക്കാട്ടിലും നല്ലത് തുറന്ന് വെച്ചിട്ട് ആ കംപ്ലീറ്റ് വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കുകയാണ് നല്ലത് എന്ന് എനിക്ക് പിന്നീട് തോന്നി. കാരണം കുമ്പളങ്ങയിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടേയിരിക്കും അല്ലേ കുമ്പളങ്ങ. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് നല്ലൊരു അടിപൊളി സംഭവമല്ലേ കുമ്പളങ്ങ. ജ്യൂസും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ തൈര് ഒഴിച്ചു കൊടുത്തു. ഫ്ലെയിം ഓഫാക്കിയ ശേഷം തൈര് ഒഴിച്ചു കൊടുത്തു. ഇൻസ്റ്റയിൽ ഞാൻ ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടത് എന്താണെന്നറിയോ, കുമ്പളങ്ങ കറി എന്നാണ്. അപ്പോൾ ഇച്ചിരി ലൂസായതുകൊണ്ടായിരിക്കും. പിന്നെ ട്രെഡ്മില്ലിൽ ഞാൻ 10 മിനിറ്റ് ഓടാറുണ്ട്, 10 ഇട്ടിട്ട് ഓടാറുണ്ട്, 10 കിലോമീറ്റർ പെർ ഹവർ അല്ലേ. ഓ ഗ്രേറ്റ്. എനിക്ക് ഓടണം എന്നൊക്കെ ഉണ്ട്, എന്നാലൊരു പേടി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഹായ് ജീനി, വീഡിയോ നന്നാവുന്നുണ്ട്. മറ്റെന്തെങ്കിലും ജോലിക്ക്
എന്താണ് പോകാത്തത്? ഞാൻ അധികം പഠിച്ചിട്ടില്ല കുട്ടി. പിന്നെ ഇപ്പം ഇതാണ് ഇഷ്ടം. ഇതിന്ന് നമുക്കൊരു ഇൻകം വരുന്നുണ്ട്, പിന്നെ വീട്ടിലെ എല്ലാ കാര്യവും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സമാധാനമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മതി. നമ്മൾ വീട്ടിലത്തെ എല്ലാ കാര്യവും നോക്കി പുറത്ത് പോയൊരു ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ അത്. അങ്ങനെ ചെയ്യണവരെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. പലരും എൻ്റെ വ്ളോഗ് കണ്ടിട്ട് ജിനിയെ സമ്മതിച്ചു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ആലോചിക്കാറ്. ഇങ്ങനെ വീട്ടിലത്തെ എല്ലാ കാര്യവും നോക്കി ജോലിക്ക് പോയി പിന്നെ തിരിച്ചു വന്ന് വീണ്ടും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് കേട്ടോ. അവരിനെയൊക്കെ ശരിക്കും ബിഗ് സല്യൂട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇത്തോടെ എഗ്ഗ് പുഴുങ്ങുന്നത് കറി വെച്ച് ട്രൈ ആക്കാൻ പറഞ്ഞിട്ട് ഇന്നും ബോയിൽഡ് ആണോ? എഗ്ഗ് പുഴുങ്ങാണ്ട് അല്ലേ? ഓക്കെ, അത് വേറെ കറിയാണ്. അത് നമ്മൾ ചോറിലേക്ക് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. അടിപൊളി. ജിം എവിടെയാണ്? നമ്മളെവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയാൽ മതി കേട്ടോ. എന്തായാലും കുറേ നാൾക്ക് ശേഷം പത്തിരി ഉണ്ടാക്കിയല്ലോ. ജിം അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ജിനി ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട്? എനിക്ക് വെയിറ്റ് അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല. കുറേ ആൾക്കാർ കുറഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിലും പല ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ പല പോലെയാണ് കേട്ടോ. വാമപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് ചിരി വരുന്നു. സത്യമായിട്ടും ചിരിയൊക്കെ വരും. പക്ഷേ എൻ്റെ പെയിൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത്. സത്യമായിട്ടും ഇനിയും മാറിയിട്ടില്ല കേട്ടോ. ഇന്ന് ജിമ്മെല്ലാം കഴിഞ്ഞ് സ്ട്രെച്ചൊക്കെ ചെയ്തു, എന്നാലും മാറിയിട്ടില്ല. റിഹാൻ എന്താ ജിമ്മിൽ വരാം? റിഹാൻക്ക് പെട്ടെന്ന് ഒരു മടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആദ്യമായിട്ടാണോ ജിമ്മിൽ പോകുന്നത്? ആ കുഞ്ഞുവാവയുടെ പേരെന്താണെന്ന്? ആദി എന്നാണ് കേട്ടോ നമ്മൾ വിളിക്കാറ്. പിന്നെ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് ഞാൻ 2 മാസം ആവുന്നുണ്ട്. വർക്കൗട്ട് മെഷീനിൽ കയറിയിട്ട് പണി കിട്ടിയിട്ടുണ്ടോ? ജിം ഫീസ് എത്രയാണ്? ആദ്യം ഞാൻ ലെഗൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ നല്ല പോലെ വേർത്ത് കുളിക്കുമായിരുന്നു. പക്ഷെ എന്താണ്, ഞാൻ ജിമ്മ് ചെയ്തിട്ടല്ല വേർത്ത് കുളിക്കുന്നത് കേട്ടോ. ടെൻഷൻ അടിച്ചിട്ട് അമ്മാതിരി പേടിയായിരുന്നു കേട്ടോ എനിക്ക്. ഇപ്പം മെഷീനോടുള്ള പേടികളൊക്കെ മാറി തുടങ്ങി. വെയിറ്റ് എടുക്കാൻ ഇനിയും കുറേ ടൈം എടുക്കുമായിരിക്കും കേട്ടോ. ചെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പിന്നെയും അത്യാവശ്യം വെയിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നൊക്കെ കുറേ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു, അവിടെയുള്ള ട്രെയിനേഴ്സൊക്കെ പറഞ്ഞു കേട്ടോ. ഹായ്, എൻ്റെ കമൻറ്റ് ഇനിയും വായിച്ചില്ല. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്ന ഞാൻ, അതുകൊണ്ട് ടാസ്ക് തരികയാണ്. എൻ്റെ പേര് പറയുക. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. പഠിച്ചോനെ, ഇതിൽ ബാബു എന്നാണ് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ടും. അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി വാഷിങ്ങിനിട്ടു. കാരണം ഉമ്മ മുടങ്ങിയത് കാരണം എനിക്ക് എന്താണെന്നുള്ളത് ഞാൻ ഇനിയും പറഞ്ഞിട്ടില്ല അല്ലേ? നിങ്ങൾ കണ്ടില്ലേ എന്താണെന്നുള്ളത്? അതിപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയാത്തത് എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല. ഉമ്മ പെട്ടെന്ന് ഉമ്മാൻ്റെ ബാത്റൂം കഴുകിയപ്പം വഴുക്കി വീണിട്ട് കൈ ട്വിസ്റ്റായിട്ട് അവിടെ ക്രാക്ക് വീണു. 1.5 മാസം പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞേക്കുവാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഉമ്മ സാരിയൊക്കെ മാറ്റി മാക്സിയിൽ ഇറങ്ങിയത് കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിച്ചവരുണ്ടോയെന്ന് അറിയില്ല. ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 1.5 മാസം കൈ നനയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോഴേ ആകെ ഭയങ്കര ടെൻഷനായി. എനിക്കാണെങ്കിൽ ഒന്നും കിട്ടാത്തൊരവസ്ഥയായി കേട്ടോ. അപ്പോൾ ഞാൻ വാഷിങ്ങിൻ്റെ ടൈമൊക്കെ മാറ്റി. കാരണം എനിക്ക് രാവിലെ ഒട്ടും സമയം കിട്ടില്ല. രാവിലെ ഞാൻ ഒരു വാഷ് ചെയ്തു, വൈകുന്നേരം ഒരു വാഷ് ചെയ്തു. അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. കുട്ടികൾ തുണി മടക്കാനുള്ള റീസണും ഒക്കെ ഇതായിരുന്നു കേട്ടോ. കൈ വീണിട്ട് കൈ പൊട്ടിയിട്ടാണ്. കുടുംബക്കാരൊക്കെ അറിയണേ ഉള്ളൂ. അറിഞ്ഞവരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ വ്ളോഗിൽ പറയാത്തതുകൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും കുടുംബക്കാർ മൊത്തം വ്ളോഗ് വഴിയാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തായാലും അറിഞ്ഞിട്ടൊന്നുമില്ല. കുറേ ആൾക്കാർ അറിയണോ. ചിലപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ പല കോൾസും വരുമായിരിക്കും, നോക്കാം. അപ്പോൾ എന്തായാലും ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ എല്ലാവർക്കും കൊടുത്ത് ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നത്. ഗസ്റ്റ് നല്ല ഉമ്മാനെ കാണാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ റിഹാനിക്കുള്ള ചായ ഒന്ന് ഞാൻ ആറ്റി കൊടുത്തു. ഞാൻ ഗ്രീൻ ടീ ആണ് കുടിച്ചത്. ഞാൻ ഗ്രീൻ ടീയും കുടിച്ചില്ല ഇന്ന്, ഞാൻ ചായയും കുടിച്ചിട്ടില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ ഇതാ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മകനും മരുമകളും അതുപോലെ പേരക്കുട്ടികളൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ വന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്ന് ചായ ഒന്നും വേണ്ട പറഞ്ഞു. പിന്നെ എന്താണ് കുറേ സമയം ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ പിള്ളേർക്ക് ചാനലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പഠിപ്പിൽ മോശമാവുമോ എന്ന് വിചാരിച്ചിട്ട് ടീച്ചേഴ്സ് തന്നെ അത് ഇനി ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ നിർത്തിയതാണ്. കുറേ സമയത്തിന് ശേഷം അവർ പോയി.
പിന്നെ ഞാൻ വേഗം വന്ന് എന്താണ് നമ്മുടെ അരി ഉഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിലിടുകയാണ് ദോശയ്ക്ക് കേട്ടോ. പടച്ചോനെ ഇവിടെ മഴ പെയ്യുന്നു, നിങ്ങളുടെ അവിടെ മഴയുണ്ടോ? ചെറുതായിട്ട് ഇനിയിപ്പോൾ നോയ്സ് വരും കേട്ടോ വേഗം വേഗം. എന്നാലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്, കാരണം രാവിലെ ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ ഇന്നും വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഈ രാവിലെ കൊടുക്കണ കാരണം എൻ്റെ സമയം അങ്ങ് മാറുകയാണ്. അത് ഭയങ്കര ഒരു ടെൻഷൻ ആവുന്നുണ്ട് എനിക്ക്. അപ്പം എന്തായാലും കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു വൈകുന്നേരം. ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഒത്തിരി കമൻസ് വായിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ബാബു വിഷമിക്കരുത് ബാബു പ്ലീസ്. ഹായ് ഇത്ത, ഞാൻ ഇത്തയുടെ വ്ളോഗ് ഈ അടുത്താണ് കാണാൻ തുടങ്ങിയത്. എല്ലാ വീഡിയോസും അടിപൊളിയാണ്. ഞാനും ഇത്താനെ പോലെ ഒരു ഹൗസ് വൈഫാണ്. 19 വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് വീട്ടിലെ എല്ലാ പണിയും ഇത്ത എടുക്കും പോലെ ഒന്നും ചെയ്യാനൊന്നും പറ്റാറില്ല. ഞാൻ വേഗം ക്ഷീണിക്കും. എൻ്റെ അമ്മായിമ്മയാണെങ്കിൽ ഒന്നിനും ഹെൽപ്പ് ചെയ്യ പോലും ഇല്ല. എന്നോടാണെങ്കിൽ ഒന്നും നന്നായി പെരുമാറുക പോലും ചെയ്യാറില്ല. ഹസിൻ്റെ ഉമ്മ. എന്നാലും ഞാൻ മാക്സിമം പണിയൊക്കെ എടുക്കാൻ നോക്കാറുണ്ട്. നിങ്ങളുടെ ഉമ്മയെ കണ്ടിട്ട് എനിക്ക് എന്തോ നല്ല ഇഷ്ടമായി. കണ്ടിട്ട് നല്ല ഒരു ഉമ്മയായി തോന്നുന്നു. ലവ് യു ഉമ്മ, ലവ് യു ജിനിത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഫാമിലി കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം പോലെയാണ് അല്ലേ. പലരും എനിക്ക് ഇങ്ങനത്തെ കമൻറ്റ്സ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ചെയ്യുക. ഇങ്ങോട്ടും വേണം അങ്ങോട്ടും വേണം. ഒരു ഭാഗത്തുനിന്ന് മാത്രം ഇങ്ങനെ ഇതാക്കിയിട്ട് എടുക്കാൻ ഇത് കൈക്കോട്ടൊന്നും അല്ലല്ലോ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ തുണികളൊക്കെ അങ്ങ് മടക്കി എന്താല്ലേ മേലോട്ടാകുമ്പോഴേക്കും ഫുള്ള് മടങ്ങിയോ എന്ന് വിചാരിക്കണ്ട, കഷ്ടപ്പെട്ട് മടക്കിയതാണ് കേട്ടോ. അപ്പം നമുക്ക് കുറേ കമൻറ്റ്സ് ഇനി വായിക്കാനുണ്ട്. അത് നാളത്തെ വ്ളോഗിൽ ഞാൻ വായിക്കാം. ഞാൻ സുഡിയോയിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത സംഭവമാണ്. എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുമല്ലോ ടീഷർട്ട് എവിടുന്നാണ് മേടിച്ചത്, അല്ലെങ്കിൽ ഇത് എവിടുന്നാന്നൊക്കെ. ഇത് 2 ലിപ് ഗ്ലോസും ഒരു ലിപ് കളറുമാണ് കേട്ടോ. ഭയങ്കരമായിട്ടൊന്നും ഇല്ല. ലിപ് ഗ്ലോസ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇച്ചിരി ഒന്ന് കളർ വരുന്നുണ്ട്, ഇച്ചിരി വളരെ ലൈറ്റായിട്ട്. നെക്സ്റ്റ് ഉള്ളത് ഒട്ടുമില്ല കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്താണോ ആ കളർ തന്നെയാണ് കേട്ടോ ഇതിൽ കാണുക. ജസ്റ്റ് ഒരു തിളക്കം മാത്രമേ ഉണ്ട്, കണ്ടില്ലേ കയ്യിലാക്കിയപ്പോൾ. ഇനിയിപ്പോൾ ലിപ് കളറാണ്, അതും കുഴപ്പം തോന്നിയിട്ടില്ല. ഒരു ന്യൂഡ് ഷെയ്ഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഓവർ ബ്രൈറ്റ് ആയിട്ട് നിൽക്കില്ല. എനിക്ക് പൊതുവേ ഭയങ്കര റെഡ് ലിപ്സ്റ്റിക് ഒന്നും എനിക്കിഷ്ടമല്ല. ഇങ്ങനത്തെയൊക്കെ കളേഴ്സേ ഉള്ളൂ കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇതിന് 199 രൂപയാണ് കേട്ടോ ഞാൻ കണ്ടത്. ടീഷർട്ടൊക്കെ മേടിക്കാൻ പോയപ്പോൾ മേടിച്ചതാണേ. അപ്പോൾ എന്താ പറയുക, ടീഷർട്ട് നോക്കാം അല്ലേ. നമ്മൾ ജിം ഡ്രസ്സാണ്. ഇതെൻ്റെ തലയിലിടുന്നതാണ്. ഇത് ചോദിച്ചിട്ട് ഒരു കുട്ടി കുറേ ദിവസമായി കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ തലയിലിടുന്നതാണ് കേട്ടോ ഈ സംഭവം. ഞാൻ സുഡിയോന്ന് എടുത്തതാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആണുങ്ങളുടെ ടീഷർട്ടാണ് ഞാൻ എടുക്കാറ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ 2 പേരും ഇടാൻ പറ്റുന്ന ടൈപ്പ് ടീഷർട്ടുകൾ ഉണ്ടാവും. അങ്ങനത്തെയാണ് ഞാൻ എടുക്കാറുള്ളത്. ഇത് നല്ല ക്ലോത്ത് ആയിട്ട് എനിക്ക് തോന്നി. 700 രൂപയാണ് ഒന്നിന്. 699 രൂപ. അങ്ങനത്തെ 3 എണ്ണം എടുത്തിട്ടോ. അതിൽ ബ്ലാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഈ കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നോർത്തിയിട്ട്. അപ്പോൾ ഇതാ ഇവിടെ കുറുക്കൻ്റെ കല്യാണമെന്ന് തോന്നുന്നു. മഴയും വെയിലൊക്കെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ജിം വെയർ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനത്തെ നമുക്ക് എന്താണോ സൈസ് അതിനേക്കാൾ ഒരു വലിയ സൈസ് എടുക്കുക. അതുകൊണ്ട് നമുക്ക് ബോറായിട്ട് നിൽക്കില്ല, കംഫർട്ടായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡ്രസ്സിൻ്റെ രീതി, നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ കംഫർട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് പോകണം ജിമ്മിലോട്ട്. എന്നാലേ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ജിമ്മിൻ്റെ കാര്യം, ഡ്രസ്സിൻ്റെ കാര്യം ഒന്നും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.